അപ്പൊ ഞമ്മക്ക് വലിയൊരു ചൊറ കഴിഞ്ഞ് കിട്ടിക്കണം. നമ്മുടെ LDF നമ്മുടെ ഇവിടുന്ന് അധികാരത്തിന് വിട്ടുപോയി. നമുക്ക് ക്ഷേമനിധിയിലൊക്കെ എന്തോ കുറവുണ്ടാവും എന്നൊക്കെ നമുക്ക് വിചാരിക്കാല്ലേ. നമ്മുടെ മന്ത്രിമാർ MLA മാരൊക്കെ ചെന്നിട്ടേ എന്താ നിങ്ങളുടെ അഭിപ്രായം? ക്ഷേമനിധിയിൽ നമുക്ക് എന്തൊരു ഗുണം കിട്ടുമോ? വോട്ട് ചെയ്തത് അതാണ് അബൂക്ക പറഞ്ഞ സത്യം. അതായത് LDF-ന്റെ ഒരുപാട് വോട്ടുകൾ UDF-ന് വന്നിട്ടുണ്ട്. അതാണ് ഇത്ര ചരിത്ര വിജയം ഉണ്ടായത്. അത് ഒരു സംശയമില്ല. അപ്പൊ അതിന്റെ ഒരു ഗുണം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇല്ലേ? പിന്നെ നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ മുഖ്യമന്ത്രി ആവാനാ സാധ്യത ആരാവാനാ സാധ്യത? സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, പിന്നെ വേണുഗോപാലിനും ചെറുതായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അബൂഖാന്റെ താല്പര്യം ആരാകുന്നതാണ്? VD സതീശനാണോ അല്ലെ ചെന്നിത്തല? സതീശനോടാണ് കൂടുതൽ താല്പര്യം അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെയാണ് സ്ഥിതികൾ. ഏതായാലും എല്ലാവരും ഭയങ്കര ആഹ്ലാദത്തിലാണ്. കാരണം 10 വർഷം കേരളത്തെ നാശമാക്കിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണം അവസാനിപ്പിച്ചു. ഏതായാലും ഇനി പുതിയ ഭരണം അധികാരത്തിൽ വരും. വികസനം, അതായത് റോഡ് കുറ്റം പറയാൻ, റോഡ് എല്ലായിടത്തും നന്നായിട്ടുണ്ട്. അതെ അതെ, 10 വർഷം കൊണ്ട് തന്നെ കോൺഗ്രസ് എത്ര വെച്ചിരുന്നു. അല്ല അത് അബൂക്ക പറഞ്ഞ ശരിക്കും ന്യായമുണ്ട്. കാരണം നമ്മുടെ ഈ മേഖലയിൽ നമ്മുടെ കേരളത്തിലെ സകല റോഡുകൾ നന്നായിട്ടുണ്ട്. അതിന് നമുക്കൊരു വയനാട്ടിലൊക്കെ പോയി ഇത്രയുള്ള വീതിയുള്ള റോഡൊക്കെ റബ്ബറൈസറാകും. അല്ല, നമ്മളിപ്പോ നിഷ്പക്ഷമായിട്ടാണ് പറയുന്നത്, ഒരു രാഷ്ട്രീയ രീതിയിലല്ല സംസാരിക്കുന്നത്. അതായത് ഇതിൽ നമുക്ക് ഇടതുപക്ഷത്തിന്റെ ഭരണത്തിൽ റോഡുകൾ നല്ല അടിപൊളിയാണ്. നമ്മുടെ ഇതുവരെ നമ്മുടെ മലയോരമേ പറഞ്ഞോണ്ട് പറയാ ക്യാമറ ഈ പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ റോഡ് നന്നായിട്ട് എന്താ മെച്ചമുള്ളത്? റോഡ് നന്നായിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താ മെച്ചം? അതിനെപ്പറ്റി അബുക്കാരോട് അഭിപ്രായം ചോദിക്കാം. അബുക്കായി, അപ്പൊ അവന് ചോദിച്ച ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റോഡുകൾ മൊത്തം കേരളത്തിൽ നന്നായിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് നമ്മളെ പോലെ സാധാരണക്കാർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടോ എന്നാണ് ഇപ്പൊ ലത്തീഫ് ചോദിക്കുന്നത്. സാധാരണക്കാരന് നല്ല റോഡുമ്പോ കൂടി പോകാലോ. നമ്മളെ പോലെ തൊഴിലാളികൾക്ക് രാവിലെ പണിക്ക് പോകുന്നു, വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്നത്. പക്ഷെ ലത്തീഫെ വേറെ കാര്യം പറയാം, രാവിലെ കൂലി വേലക്ക് പോകുന്ന വ്യക്തികള് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്നത്. അതിൽ ഈ റോഡ് നന്നായിട്ട് എന്ത് കാര്യം എന്റെ ചോദ്യം. അല്ല ലത്തീഫ, ഞാൻ വേറെ കാര്യം പറയാം. ഒരു പണിക്കാരന് കൂലി കൊടുക്കണമെങ്കിൽ 1000 രൂപ ചാർജാ. അല്ല ലത്തീഫ, വേറെ കാര്യം പറയട്ടെ. ഈ റോഡ് നന്നായത് കൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പോൾ LDF-നെ പൊക്കി പറയല്ല, നമ്മളൊക്കെ ടാക്സി വണ്ടി ഓടിച്ച് ജീവിക്കുന്നവരാ. അപ്പം നമുക്ക് നമ്മുടെ വണ്ടിക്ക് ഒരുപാട് ഈ എന്താ പറയുക മെക്കാനിക് പരമായ ഒരുപാട് കുറവുണ്ട്. അത് ശരിയല്ലേ? അതിലൊരു പരിധി ഉണ്ട്, അതിലൊക്കെ ഒരു പരിധി ഉണ്ട്. എന്നാലും നമ്മൾക്കിപ്പോ 3000 രൂപ പെൻഷൻ അനുവദിച്ചത് ഗവൺമെന്റ് തന്നിരിക്കണം. ഓക്കെ, അതെനിക്ക് എന്റെ ഒരു അഭിപ്രായം. അല്ല, നമ്മുടെ 3000 നമ്മൾ പറഞ്ഞല്ലോ, ആ 3000 നമുക്ക് കിട്ടിയിരിക്കും. നമ്മുടെ അടുത്ത് നമ്മുടെ BJP-ന്റെ ഒരു നേതാവുണ്ട്. അദ്ദേഹത്തിന് ഏതായാലും അദ്ദേഹം നമ്മളിന്ന് ഒഴിഞ്ഞു പോയി. നമ്മൾ ഏതായാലും കട്ട് ചെയ്യുന്നില്ല. ഈ ചർച്ച നമുക്ക് അബൂക്കയോട് തിരിയാണ്. അബൂക്കായെ, അപ്പൊ നമുക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായി, നമ്മുടെ BJP-ന്റെ ആള് സംസാരിക്കുന്നു, പുള്ളി പിന്മാറി. അപ്പോൾ അബൂക്ക പറഞ്ഞ റോഡ് നന്നായിട്ടുണ്ട്, ശരി, ഓക്കെയാണ്. അത് നമുക്ക് LDF സർക്കാർ ഒരു പോയിന്റ് ഉണ്ട് അതിൽ, ശരിയല്ലേ? തീർച്ചയായിട്ടും. എന്നാലേ ശരി, ഓക്കെ. ഇത് ഞങ്ങൾ ചായക്കടയിലേ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇരുന്നപ്പോൾ ഞങ്ങൾ ചെറിയൊരു ചർച്ച ചെയ്താണ്. ഞങ്ങളുടെ നേതാവാട്ടോ, അദ്ദേഹം സംസാരിക്കാൻ ഭയങ്കര മടിയാണ്. തിരുവനന്തപുരത്ത് മൂപ്പർക്ക് 3 സീറ്റ് കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ അല്ല, 1 കൊല്ലം, 1 എവിടെയാടാ അനീഷേ? 1 കൊല്ലത്താണ്, 1 എവിടെയാ? കൊല്ലം. പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ട്, നമ്മുടെ ഓർക്കുന്നില്ല, ചടയമംഗലാണോ? അല്ല അല്ലേ, മേമത്ത്. പിന്നെ വേറൊരു സീറ്റ് കൂടി കിട്ടിയിട്ടുണ്ട്. അനീഷ, നിനക്കറിയോ? നല്ലൊരു BJP-ന്റെ നേതാവാ. 3 സീറ്റ് പിടിച്ചു എന്നല്ലാതെ മൂപ്പർക്ക് എവിടെ സ്ഥലം ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഇല്ല, പുള്ളി ഒരു നിഷ്പക്ഷവാദിയാണ്. അതായത് അങ്ങനെ ഒരു BJP-നെ അനുകൂലിക്കുന്നില്ല. ഇടയ്ക്ക് കോൺഗ്രസിനെ അനുകൂലിക്കും, ഇടയ്ക്ക് CPM-നെ അനുകൂലിക്കും. അതല്ലേ മൂപ്പരൊന്നും മിണ്ടാത്ത. എത്ര ബാക്കി പൈസ? എത്രയാ? 50 അല്ലേ? 150 അല്ലേ? ഓക്കെ.